ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ പട്ടണം മാലിന്യ കൂമ്പാരമാകുന്നു. 2.25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് നോക്കുകുത്തിയായി. വിളക്കുടിയിൽ CPI പ്രതിസന്ധിയിൽ. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സാമ്പത്തിക ആരോപണം. ബാലവേദി കൊല്ലം ജില്ലാ നേതൃ ക്യാമ്പിന് തെന്മലയിൽ തുടക്കം. ക്യാമ്പ് 16-ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. 2,24,00,000 രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയത് ഉദ്ഘാടന ദിനം തന്നെ. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്താതെ മാലിന്യങ്ങൾ നഗരസഭയുടെ തെരുവോരങ്ങളിൽ ചീഞ്ഞു നാറും. എന്റെ പുറകുവശത്തുള്ള സ്ഥലം കണ്ട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ല. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇത് ഡംപിംഗ് യാർഡാണ്. പുനലൂർ നഗരസഭയുടെ 2,22,00,000 രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഡംപിംഗ് യാർഡ്. ഇന്നത്തെ ശവപ്പറമ്പാണ്, മാലിന്യ കൂമ്പാരങ്ങളുടെ ശവപ്പറമ്പ്. ഇവിടെ ഇങ്ങനെ ഒരു ശവപ്പറമ്പ് തീർത്തതിന്റെ ഉത്തരവാദികൾ പുനലൂർ നഗരസഭയാണ്. പുനലൂർ നഗരസഭ നേരിട്ട രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ നഗരസഭാ ചെയർമാനായിരിക്കുമ്പോൾ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. വ്യക്തമായ പ്ലാനിങ്ങോടെ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതി ഭരണമാറ്റത്തെ തുടർന്ന് വികലമായതായി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ വിലയിരുത്തുന്നു. ഈ മാലിന്യ സംസ്കരണം പോലുള്ള സുപ്രധാനമായിട്ടുള്ള പ്രോജക്ടുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ മാത്രമേ ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കൂ, പ്രോജക്റ്റിന് അംഗീകാരം ലഭിക്കൂ. ഈ തയ്യാറാക്കുന്ന പ്രോജക്റ്റുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പൊ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അതും അതുപോലെ ശുചിത്വ മിഷനും മറ്റും അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഏജൻസികളെ മാത്രമേ നമുക്ക് പദ്ധതി നടത്തിപ്പിനായിട്ട് ചുമതലപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ യന്ത്ര സംവിധാനങ്ങളുടെ വയബിലിറ്റി അതിന്റെ പ്രവർത്തനക്ഷമതയ്ക്കും പ്രത്യേകം അംഗീകാരം വേണം. ഈ കാര്യത്തില് 2 നയങ്ങളാണ് സർക്കാരിനുള്ളത്. ഒന്ന്, മാലിന്യ ഉറവിടത്തിൽ സംസ്കരിക്കുക. 2, മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുക. പുനലൂർ പോലുള്ള ചെറുപട്ടണങ്ങളിലെ ഈ 2 പദ്ധതികളും ഒരുപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുക. 2, മാലിന്യ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക. അപ്പൊ പുനലൂരിലെ ഈ പദ്ധതി ഇപ്പൊ നമ്മൾ നിർദ്ദിഷ്ട പദ്ധതി അവിടെ കൊണ്ടുവന്നത് മാലിന്യം ശേഖരിച്ച് അവിടെ സംസ്കരിക്കുക എന്നുള്ള നിലയിലാണ്. ആ പ്ലാന്റിൽ എത്തിക്കുന്നത് ഏറ്റവും ഹൈജീനിക്കായി എത്തിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. പലപ്പോഴും ശുഷ്കാന്തിയോടുകൂടി ഉദ്യോഗസ്ഥന്മാരോ അധികൃതരോ ഇത് നടത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ലോറിയിൽ നമ്മളിത് കൊണ്ടുപോകുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രാണികളും ഈച്ചയും അടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക മരുന്ന് അതെല്ലാം തളിച്ച ശേഷം പ്രത്യേക താഴ്പാളിനിടണം. ഒരു ഈച്ച എടുക്കുന്നില്ല. ഉപയോഗപ്പെടുത്തിയത് സംസ്കരിച്ചാൽ നമുക്ക് വളമായി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനാവും. അപ്പൊ പ്ലാസ്റ്റിക് പ്രത്യേകം വേർതിരിക്കണം. വേർതിരിച്ച് അത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിലെല്ലാം വേർതിരിച്ച് ശേഖരിച്ചാൽ അത് റീസൈക്ലിങ്ങിന് വിധേയമാക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിതര മാലിന്യങ്ങള് സംസ്കരിച്ച് വളമാക്കിയാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. അതുപോലെ നല്ല വളം കൊടുക്കാൻ സാധിക്കും. അതുപോലെ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കുറച്ച് ജോലിയും കൊടുക്കാൻ സാധിക്കും. ഈ വളം നിർമ്മിക്കുന്ന ഈ സ്ഥലം, നമ്മൾ പ്രോജക്ട് നിർമ്മിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആ വളം നിർമ്മാണശാല ഹരിതവനവും പൂന്തോട്ടവുമായി മാറ്റുക. ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും സുഗന്ധവാഹിനികളുമായ നല്ല ചെടികളും നട്ടുപിടിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വലിയ നല്ല ഉദ്ദേശത്തോടെ തന്നെ ബൃഹത്തായ പ്രോജക്റ്റാണ്. ഇത് പറ്റത്തില്ല എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണവും ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും ഈ കാര്യത്തിൽ ഫലപ്രദമായിട്ട് ചെയ്തേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് പുനലൂരിൽ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുക. വളരെ ഉദ്ദേശശുദ്ധിയോടും പ്ലാനിങ്ങോടും തുടക്കം കുറിച്ച പദ്ധതി എങ്ങനെയാണ് പൂർത്തിയാക്കാതെ വന്നതെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു പൊതുസ്വത്താണ്. ഭരണങ്ങൾ മാറി മാറി വരുമെങ്കിലും പ്ലാന്റിന്റെ ഫലം ലഭിക്കേണ്ടത് നഗരവാസികൾക്കാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണകർത്താക്കൾ ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴാണ് പല പദ്ധതികളും താളം തെറ്റുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ അഭാവം പട്ടണത്തെ ദുർഗന്ധപൂരിതമാക്കിയതായി പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. പുനലൂർ നഗരസഭയുടെ പിടിപ്പുകേടാണ് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. 2,24,13,000 രൂപ മുടക്കി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിയുകയും അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ നിന്നു പോവുകയും ചെയ്തു. ഇതിനൊക്കെ മറുപടി ആരാണ് പറയുന്നത്? പുനലൂർ നഗരസഭയുടെ ഭരണകർത്താക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പുനലൂര് ചീഞ്ഞു നാറുകയാണ്. മാലിന്യം കിടന്ന് നശിക്കുകയാണ്. പുനലൂര് നാറുന്നു. ഈ മുനിസിപ്പൽ ഭരണാധികാരികൾക്കെതിരെ ജനം ശക്തമായി പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് മാലിന്യങ്ങൾ സംസ്കരണ പ്ലാന്റിലില്ല. ഇവിടെ വെടിപ്പോടുകൂടി കിടക്കുമ്പോൾ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം പരത്തുന്നത് നഗരസഭയുടെ വീതിയോരങ്ങളിലും കവലകളിലുമാണ്. ഉദ്ഘാടനം നടന്നെങ്കിലും പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് ജീവനക്കാരുടെ വേതനം തടസ്സമായി. ഇത് മുതലാക്കി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ചിലരുടെ കരുനീക്കമാണ് പ്ലാന്റിന്റെ പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നഗരസഭയുടെ വിലയിരുത്തൽ. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ UIDSSMD സ്കീമിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 4 കോടി രൂപയോളമാണ് കരമാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ടത്. അതിൽ നിന്ന് ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് ഇതുവരെ മുടക്കിയിട്ടുള്ളത്. അതിൽ നഗരസഭയുടെ കുടിവെള്ള ടാങ്കറും ഒരു ജീപ്പും അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ടുള്ളതും ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളതും ഈ പദ്ധതിയുടെ വിനിയോഗിക്കപ്പെട്ട തുകയിൽ നിന്ന് തന്നെയാണ്. പ്ലാന്റ് മിഷനറിയെല്ലാം സ്ഥാപിച്ചു, കറണ്ട് രംഗത്തിലിട്ടു. ഒരു കുറച്ചുനാള് 1 മാസത്തോളം ആ മിഷനറി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. അത്രയും ആയപ്പോഴാണ് ഈ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള റേറ്റിന് ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നത്. സ്വാഭാവികമായി ന്യായമായി 700 രൂപ നാട്ടിൽ കൂലിയുള്ളപ്പോ സർക്കാർ നിശ്ചയിച്ച റേറ്റ് അനുസരിച്ച് 150 രൂപയ്ക്ക് താഴെ മാത്രമാണ് ശമ്പളം കൊടുക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ മിനിമം കൂലിയെങ്കിലും താൽക്കാലിക ജീവനക്കാരുടെ മിനിമം കൂലിയെങ്കിലും പ്ലാന്റിൽ പണിയെടുക്കുന്ന താൽക്കാലിക തൊഴിലാളികൾക്ക് നൽകണം. അതിന് ഗവൺമെന്റ് അനുമതി വേണം എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് അനുമതിക്കായി അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഗവൺമെന്റ് ആദ്യം അതിന് അനുമതി നൽകുന്നതിന് തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ അത് ഗവൺമെന്റിന്റെ പരിഗണനയിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ
ഗവൺമെന്റിന്റെ പരിഗണന പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിഗണന ആ കാര്യത്തിൽ അനുമതി നേടിക്കൊണ്ട് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി നിലവിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അവിടെ നിലവിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ പൂർണ്ണമായി ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് സ്വകാര്യ ടിപ്പറുകളും പിന്നെ JCBയും ഹിറ്റാച്ചിയെല്ലാം വാടകയ്ക്കെടുത്തിട്ടാണ് നഗരസഭ ആ നിലവിലുണ്ടായിരുന്ന വേസ്റ്റിന് മുഴുവൻ മണ്ണിട്ട് നികത്തിയത്. അങ്ങനെ മണ്ണിട്ടത് ഇനി വേസ്റ്റ് ബാലൻസ് വരാൻ പാടില്ല, മുഴുവൻ വളമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ ഈ ഘട്ടത്തിലാണ് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി അവിടെ ഒരു വിഭാഗം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കപ്പെട്ടുള്ള ആക്ഷേപം ശരിയല്ല എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഇതുമൂലം കൊതുക് ശല്യമെല്ലാം വളരെ രൂക്ഷമായിരുന്നു. എന്നാൽ ആ കൊതുക് ശല്യത്തിനെല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് നിലവിൽ പുറത്തു കിടന്ന വേസ്റ്റിന് മുകളിൽ മണ്ണിട്ട് നികത്തുകയുണ്ടായത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി വേസ്റ്റ് അധികത്തിലുണ്ടായില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന നിലയിൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനും കഴിയുമെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറായില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ചില സ്വകാര്യ കമ്പനികൾ പുനലൂർ നഗരസഭയുടെ ഈ പ്ലാന്റ് എടുത്തു നടത്തുന്നതിനും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളത്തിന് ഒരു നിശ്ചിത തുക നഗരസഭയ്ക്ക് നൽകുന്നതിനും തയ്യാറായി വന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ചില രാഷ്ട്രീയമായ ഇടപെടലും എല്ലാം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് വേസ്റ്റ് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത സ്ഥിതിയാണുള്ളത്. പുതിയ പദ്ധതികളും ആശയങ്ങളും നടപ്പിലാക്കുമ്പോൾ 2 കോടിയിൽ പുറത്ത് രൂപ യാതൊരു പ്രയോജനവുമില്ലാതെയാണ് ചെലവഴിക്കപ്പെട്ടത്. പട്ടണത്തിലെ മാലിന്യ നീക്കത്തിന് വലിയൊരു പങ്കുവഹിച്ച ഡോക്കോ യൂണിറ്റുകളെ കാണാനില്ല. അവിടെവിടെയായി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നത് സംസ്കരണ പ്ലാന്റിന് പകരം ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണമാണ് നല്ലതെന്ന് ആകേണ്ടിയിരുന്നു. പദ്ധതി ഇനിയും ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലെന്നാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. പുനലൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിലുള്ള ഭരണാധികാരികളെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയത്തില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പ്ലാനിംഗ് ഇല്ല. പ്രാവർത്തികമാക്കുവാനുള്ള ഇച്ഛാശക്തിയും ഈ കൗൺസിലിനില്ല. കേന്ദ്ര ഗവൺമെന്റ് 4 കോടി ഉറപ്പിക സൗജന്യമായി പുനലൂർ നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ് ഒരു പ്രോജക്ട്. 2.5 കോടി രൂപ 2,55,00,000 രൂപ ഇതിനകം പുനലൂർ നഗരസഭ കൈപ്പറ്റിയതിനു ശേഷം ഈ പ്രോജക്ട് 4 രീതിയിലുള്ള പ്രോജക്റ്റാണ്. ആ 4 രീതിയിലുള്ള പ്രോജക്റ്റിൽ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം അങ്ങനെയുള്ള ഈ പ്രോജക്റ്റിൽ പുനലൂർ നഗരസഭ ചെയ്തത് ഇവര് ആദ്യം ചെയ്ത പരിപാടി ഏറ്റവും അവസാന ഘട്ടം ഇന്നത്തെ ഈസിയായി നടത്താവുന്ന ഏറ്റവും അവസാന ഘട്ടം 1ാം ഘട്ടത്തിൽ നടപ്പിലാക്കി. അതായത് ഇതിനാവശ്യമായ പ്ലാസ്റ്റിക് കവറ്, പ്ലാസ്റ്റിക് കൂട, ഇതിനാവശ്യമുള്ള വാഹനങ്ങൾ, കൊട്ട, ബട്ടി, മമ്മട്ടി തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം 1ാം കാരണം പർച്ചേസിംഗ് അതിനകത്താവുമ്പോൾ ഇവർക്ക് ലാഭം ഉണ്ടാവും. അതുകൊണ്ട് അവരതങ്ങ് വാങ്ങി. അത് വാങ്ങിയതിന് അവർ ചെലവാക്കിയിരിക്കുന്നത് വെറും 1 കോടി ചില്ലറ രൂപ മാത്രമാണ്. ഇവരെ കൈപ്പറ്റിയത് 2,55,00,000 രൂപ. ബാക്കി 1,55,00,000 രൂപയുടെ എക്സ്പെൻഡിച്ചർ ഇതുവരെ അവര് മുനിസിപ്പൽ കൗൺസിലിൽ വെക്കുകയോ പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഇതിന് ഒരു എൻക്വയറി, അതായത് പെറ്റീഷൻ കമ്മീഷൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. MLA-മാർ ഉൾപ്പെടെ പെറ്റീഷൻ കമ്മിറ്റി അന്വേഷണം നടത്തിയപ്പോൾ അവര് അത് വ്യക്തമായി കണ്ടുപിടിച്ചു. ആദ്യത്തെ ഒബ്ജക്ഷൻ അവർ എഴുതിയിട്ടിട്ടുണ്ട്. ബാലൻസ് ഉള്ള പൈസ മാത്രമാണ് ഇനി അവർക്ക് പറ്റാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള ഈ ഭരണസമിതിക്ക് ഇത് നടത്തിക്കൊണ്ടു പോകുന്നുള്ള ഇച്ഛാശക്തിയില്ല. പുനലൂർ നഗരസഭയിലെ ഒരു പദ്ധതിക്കും പ്ലാനിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഈ പദ്ധതി കൊഴിഞ്ഞുപോയത്. അല്ലാതെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രോജക്റ്റിനകത്ത് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു പ്രത്യേക ഹെഡുണ്ട്. അതിനകത്ത് ആർക്കും ഒരു തടസ്സവുമല്ല. ആ പ്രോജക്റ്റിൽ പറയുന്ന അനുസരിച്ച് അവർക്ക് ശമ്പളം കൊടുത്താൽ അവർക്ക് അവിടെ താമസ സൗകര്യം ഉൾപ്പെടെ ആ പ്രോജക്റ്റിൽ പറയുന്നത്. അല്ലാതെ ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് അവർക്ക് ശമ്പളം, ഗവൺമെന്റിന് അങ്ങനെ ഒരു നോംസ് ഇല്ല. പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് പുതുതായി എടുക്കുന്ന കണ്ടിജന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള അവകാശം പുനലൂർ നഗരസഭയ്ക്കുള്ളതാണ്. അത് ഈ പ്രോജക്റ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോ അവര് ഇത് മൂടി വെച്ച് ഈ നഗരസഭയെ കൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ ഒന്നും ഏറ്റെടുത്ത് ഒരു കാര്യവും ഇത് മാത്രമല്ലല്ലോ, സ്റ്റേഡിയം നടന്നില്ല, ടൗൺ ഹാൾ നടന്നില്ല, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷന് വേണ്ടി പ്രോജക്ട് ഉണ്ടാക്കി വെറുതെ 3.25 കോടി രൂപ അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ഇതൊന്നും ചെയ്യുവാനുള്ള ഒരു പ്രാപ്തിയുള്ള ഭരണാധികാരികളല്ല പുനലൂർ നഗരസഭയിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോജക്ട് നടക്കാതെ പോകുന്നത്.
ചോദ്യം. ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്വാദങ്ങളും കൊമ്പുകോർക്കുമ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യാസം വരുന്നില്ല എന്നത് പദ്ധതിയുടെ കാര്യത്തിൽ പൊതുജനത്തിന് നിരാശയാണ് നൽകുന്നത്. പ്രതീക്ഷയുടെ കിരണം മുൻ വൈസ് ചെയർമാന്റെ വാക്കുകളിൽ ഉയരുന്നുണ്ടെങ്കിലും ആ പ്രതീക്ഷയ്ക്കും തടയിടാൻ സമരങ്ങൾ തുടങ്ങും എന്നതാണ് പുനലൂരിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സമരങ്ങളുടെ ചരിത്രമുള്ള പുനലൂർ നേട്ടങ്ങളുടെ കാലത്തിനായി കഠിന പ്രയത്നം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയാകും. ദീർഘവീക്ഷണമില്ലാതെയും പദ്ധതികളെപ്പറ്റി പഠിക്കാതെയും കോടികളാണ് ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത്. സാധാരണക്കാരന് കൈത്താങ്ങാകേണ്ട ഇത്തരം ഫണ്ടുകൾ ചിലവഴിക്കുന്ന അധികൃതർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്യാമറാമാൻ ബിബിൻ ഇടമണ്ണൊപ്പം മനോജ് വന്മള. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961-410-570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. CPM
കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മഴക്കൊയ്ത്ത് പദ്ധതിക്ക് പത്തനാപുരത്ത് തുടക്കമായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭൂഗർഭ ജലസ്രോതസ് വർദ്ധിപ്പിച്ച് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കൊയ്ത്ത് പദ്ധതിക്ക് പത്തനാപുരത്ത് തുടക്കമായി. കുണ്ടയം മൂലക്കടയിൽ നടക്കുന്ന മഴക്കുഴി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ നിർവഹിച്ചു. മഴക്കുഴിയുടെ പ്രയോജനം മാത്രമല്ല, ജനങ്ങളുടെ വലിയ സൗഹൃദവും കൂട്ടായ്മയും ഐക്യവും എല്ലാം വളർന്നു വരാനും അത് സഹായിക്കും. ഇപ്പം നമ്മുടെ വർഗീയതയും അതുപോലെ തന്നെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ദ്രോഹ നടപടികളുമെല്ലാം എല്ലാവരെയും ബാധിക്കുന്നതാണെങ്കിലും അക്കാര്യത്തിലൊന്നും കൂട്ടായ ഒരു വലിയ ബഹുജന മുന്നേറ്റം നാട്ടിലുണ്ടാവുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എല്ലാവരും പറയുന്നത് ന്യായമായ കാര്യങ്ങളോടൊപ്പം നിൽക്കണമെന്നാണെങ്കിലും പലപ്പോഴും അങ്ങനെയുള്ള ന്യായമായ കൂട്ടായ്മയ്ക്ക് എല്ലാവരും സന്നദ്ധമാകാതിരിക്കുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം മീരാപിള്ള, DYFI ജില്ലാ പ്രസിഡന്റ് എസ് സജീഷ്, CITU പത്തനാപുരം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ജാഫർ ഖാൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റജിമോൻ, AB അൻസാർ, ഡെൻസർ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ദീർഘകാലാടിസ്ഥാനത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കൊയ്ത്ത് പദ്ധതിയുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. മഴക്കുഴികളുടെ ഉപയോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിയ ശേഷം വീട്ടുവളപ്പിൽ മഴക്കുഴികൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം. ലൈവ് വാർത്ത പത്തനാപുരം. ചിതറ കൊച്ചാലമൂട് തേജസ് ആക്ടിവിറ്റി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ ഉത്പാദിപ്പിച്ച നിത്യോപയോഗ സാധനങ്ങൾ വിപണിയിലെത്തിച്ചു. ഉത്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ നിർവഹിച്ചു. 6 പേർ അടങ്ങുന്ന സംഘം പലഹാരങ്ങൾ, സോപ്പ്, ഡിറ്റർജന്റ് പൗഡർ, ലോഷൻ തുടങ്ങിയ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആകർഷകമായ പാക്കറ്റുകളിൽ നിറച്ചാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നിർമ്മിച്ച പലഹാരങ്ങൾ, സോപ്പുകൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിൽ തന്നെ വിറ്റഴിക്കുകയാണ് ലക്ഷ്യം. ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ നിർവഹിച്ചു. ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകുമ്പോൾ സ്വാഭാവികമായി അതിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുമ്പോൾ, അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ, അതിനകത്ത് മറ്റൊരു വിധമായ പറ്റിപ്പ് ഇല്ല എന്നുള്ളത് മനസ്സിലാകുമ്പോൾ, അതിന്റെ സുതാര്യത ജനങ്ങൾക്ക് ഉറപ്പുവരുമ്പോൾ മാസായിട്ടുള്ള ഒരു പ്രതികരണം നമുക്കുണ്ടാകും. ഏത് സംരംഭം തേജസ് ആക്ടിവിറ്റി കുടുംബശ്രീ പ്രസിഡന്റ് കെ ഉഷ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റിഞ്ചു അനി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ആനന്ദകുസുമം, കെ സുകുമാരപിള്ള, പഞ്ചായത്ത് അംഗങ്ങളായ പി നീതു, പേരുമൂട് സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് അംഗങ്ങളായ അനുജ പി, ലിസ പി, ശ്രീജ വി എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് അംഗമായ അന്നമ്മ പുരുഷോത്തമന്റെ വീട്ടിലാണ് സോപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവ നടന്നുവരുന്നത്. ലൈവ് വാർത്ത കടയ്ക്കൽ. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ബിയർ വൈൻ പാർലർ വിവാദം CPIക്ക് തലവേദനയുണ്ടാക്കുന്നു. മുൻ പ്രസിഡന്റിനെതിരെ സാമ്പത്തിക ആരോപണം ഉയർന്നതോടെ പാർട്ടി പ്രതിസന്ധിയിലായി. സാമ്പത്തിക ആരോപണങ്ങളാണ് CPIക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത്. ബിയർ വൈൻ പാർലർ വിവാദത്തിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ ആദ്യം രംഗത്തെത്തിയ CPI ഇപ്പോൾ ആരോപണങ്ങൾ നേരിടാൻ കഴിയാതെ മലക്കം മറിയുകയാണ്. CPIയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുലതാ രാജുവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നീണ്ടകരയിലെ ഒരു ബാങ്കിൽ നിന്ന് 25,000 രൂപ വീതം 2 തവണയായി നിക്ഷേപിച്ച സംഭവമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. ബിയർ വൈൻ പാർലർ ഉടമയാണ് പണം അക്കൌണ്ടിലിട്ടെന്ന് രാജിവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് ആരോപിക്കുന്നു. ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും മിനി ജോസ് പ്രകാശ് പറയുന്നു. പൈസ വാങ്ങിയതായിട്ടുള്ളൊരു തെളിവ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം സുലതാ രാജീവിന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ തെളിവ്. അപ്പം ഇത് മറച്ചു വെക്കാനാണോ അവർ സമരം ചെയ്തതെന്ന് എനിക്കിപ്പം ബോധ്യപ്പെടുന്നത്. പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പണം സ്വീകരിച്ചതെന്ന് ആരോപണവിധേയായ സുലതാ രാജീവൻ വിശദീകരിച്ചെങ്കിലും പിന്നീട് മലക്കം പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായാണ് പണം വാങ്ങിയതെന്ന് പിന്നീട് മാറ്റി പറയുകയുണ്ടായി. സാമ്പത്തിക ആരോപണത്തെ തുടർന്ന് മുഖം രക്ഷിക്കാനുള്ള വഴികൾ തിരയുകയാണ് CPI നേതൃത്വം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേക യൂണിഫോം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പുനലൂർ SN ട്രസ്റ്റ് സ്കൂളിൽ KSU ഉപരോധം സംഘടിപ്പിച്ചു. അനധികൃത പണപ്പിരിവും നോട്ട് പുസ്തകം അടിച്ചേൽപ്പിക്കലും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നതായും KSU ആരോപിച്ചു. ഐക്യരക്കോണം SN ട്രസ്റ്റ് സ്കൂളിൽ +2 വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേക യൂണിഫോം ഏർപ്പെടുത്തിയ നിലപാടിനെതിരെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മാനേജ്മെന്റിന്റെ കടുംപിടുത്തം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഈ എല്ലാ സ്കൂളിലും ബുധനാഴ്ച കളർ ഡ്രസ്സാണ്. ഞങ്ങൾക്ക് മാത്രം ഈ മാനേജ്മെന്റ് മാത്രം യൂണിഫോം പ്രത്യേക വെള്ള വൈറ്റ് യൂണിഫോം വേണമെന്ന് പറയും. ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല.
വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് വിവരങ്ങൾ അന്വേഷിക്കാൻ സ്കൂളിലെത്തിയ KSU പ്രവർത്തകരോട് പ്രിൻസിപ്പൽ സഭ്യമല്ലാത്ത രീതിയിൽ ഇടപെട്ടതായും പ്രവർത്തകർ ആരോപിച്ചു. സ്കൂൾ പ്രിൻസിപ്പാളിനെ കണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം അന്വേഷിക്കാൻ വന്നപ്പം അന്വേഷിക്കാൻ വന്നവരോട് വളരെ പരുഷമായും മോശമായും ഒരു മാർക്കറ്റ് നിലവാരത്തിലേക്ക് തരം താഴ്ന്ന് പ്രിൻസിപ്പാൾ അവരോട് മറുപടി പറയുന്ന സാഹചര്യത്തിലാണ് ഇന്ന് KSU പ്രവർത്തകർ സ്കൂളിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വിവിധ പദ്ധതികളുടെ പേരിൽ അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നതായും PTA ഫണ്ട് കൂടാതെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ട് ഇനത്തിൽ 3000 രൂപ അധികമായി വാങ്ങിയതായും നടപ്പിലാകാത്ത പദ്ധതിയുടെ പേരിൽ പിരിവ് നടത്തിയതായും 20 രൂപയുടെ നോട്ട് പുസ്തകം പുറത്തുനിന്നും വാങ്ങാൻ അനുവദിക്കാതെ 35 രൂപയ്ക്ക് അടിച്ചേൽപ്പിച്ചതായും സമരക്കാർ ആരോപിച്ചു. 3000 രൂപയുടെ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാങ്ങി സ്കൂളിൽ ഒരു ഡെവലപ്മെന്റ് ഫണ്ട് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ വെള്ളം പോലും കിട്ടാനില്ല. 6 വിഷയം മാത്രമേ ഞങ്ങൾക്ക് പഠിക്കാവുള്ളൂ. എല്ലാ സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും 6 വിഷയം മാത്രമേ പഠിക്കാവുള്ളൂ. 20 രൂപയുടെ ബുക്കിന് പകരം 35 രൂപയുടെ ബുക്ക് ഞങ്ങൾക്ക് തന്നു. 6 വിഷയമുള്ളൂ. 10 ബുക്കാണ് ഞങ്ങൾക്ക് തന്നത്. എന്നിട്ട് ഈ വർഷം അതുകൂടാതെ 5 ബുക്ക് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചു. ഞങ്ങൾക്ക് ബുക്ക് വേണ്ട ടീച്ചറെ പുറത്തുനിന്ന് മേടിക്കാന്ന് പറയുമ്പോൾ ഒക്കത്തില്ല, നിങ്ങൾ സ്കൂളിൽ നിന്ന് മാത്രമേ മേടിക്കോ ഒക്കത്തോളൂ എന്നാണ് സ്കൂളുകാരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വന്ന ഒരു റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബാലവേദി കൊല്ലം ജില്ലാ നേതൃ ക്യാമ്പിന് തെന്മലയിൽ തുടക്കമായി. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 16-ന് ക്യാമ്പ് സമാപിക്കും. മിക്ക രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും കുട്ടികളെ സംഘടിപ്പിക്കാൻ ഇന്ന് ശ്രമം നടത്തുന്നുവെങ്കിലും കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നതിലൂടെ ബാലവേദി വേറിട്ടു നിൽക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ R രാമചന്ദ്രൻ പറഞ്ഞു. മതപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളും കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സംഘടിപ്പിക്കാൻ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ കഴിയാവുന്ന വിവിധങ്ങളായ പരിപാടികൾ അതിനായി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിന് CPI മണ്ഡലം കമ്മിറ്റി അംഗം അജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPI തെന്മല ലോക്കൽ സെക്രട്ടറി S സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. MLA അഡ്വക്കേറ്റ് K രാജു ആശംസ അറിയിച്ചു. CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, കവി ബാബു പാക്കനാർ, ബാലവേദി സംസ്ഥാന ഭാരവാഹി പ്രൊഫസർ അജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി വ്യക്തിത്വ വികസനവും നേതൃപാഠവും എന്ന വിഷയത്തിൽ ഇടയ്ക്കാട് മോഹനനും പ്രകൃതി മനുഷ്യൻ പരിസ്ഥിതി എന്ന വിഷയത്തിൽ G സുധയും ക്ലാസ് എടുത്തു. ക്യാമ്പിനോടനുബന്ധിച്ച് തെന്മല വനമേഖല സന്ദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-ന് ക്ലാസിന്റെ സമാപന സമ്മേളനം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തെന്മല. ആരോരും തുണയില്ലാതെ കഴിഞ്ഞ വൃദ്ധ ദമ്പതികൾക്ക് ക്രിസ്ത്യൻ ഫെയ്ത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈത്താങ്ങ്. പുന്നല ചെമ്പ്രാമണ്ണിൽ കല്ലുംപുറത്ത് താഴേതിൽ രാമകൃഷ്ണൻ, ഭാര്യ കമലാക്ഷി എന്നിവർക്കാണ് ട്രസ്റ്റിന്റെ സഹായമെത്തിയത്. ആരോരും ആശ്രയമില്ലാതെ രോഗാവസ്ഥയിൽ കഴിയുകയായിരുന്നു രാമകൃഷ്ണനും ഭാര്യ കമലാക്ഷിയും. ഇവർക്കാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സഹായങ്ങൾ എത്തിച്ചത്. ചികിത്സാ ധനസഹായം, പലചരക്ക് സാധനങ്ങൾ എന്നിവ നൽകിയത് ഇവർക്ക് ഏറെ ആശ്വാസമായി. പുന്നല ചെമ്പ്രാമണ്ണിൽ നടന്ന ചടങ്ങിൽ പത്തനാപുരം സബ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണനും ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി മാത്തുണ്ണിയും ചേർന്ന് സഹായങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമായി അനവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമെന്നോണം ഇവിടെ വെച്ച് ഈ പ്രിയപ്പെട്ട പ്രായമുള്ള ഈ മേസ്രിക്ക് വേണ്ട വിധത്തില് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും കുറച്ചു ദിവസത്തെ താൽക്കാലിക ഒരു ആശ്വാസത്തിന് ഭക്ഷണവും അതിനുള്ള സാമ്പത്തികവും ഡ്രസ്സും ഒക്കെ കൊടുക്കാനിടയായി. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനായ സുബി ചേകം, പൊതുപ്രവർത്തകരായ മണികുമാർ, രത്നാകരൻ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ,
and Diabetic Eye Care Center. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME Power Electronics and Drives and ME VLSI Design. Computerized Digital Library, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പിന്നെ എവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. Style Bath. Style Bath. Classy sanitary wears.
from the house of luxury sanitary wares. Style Bath, Kottarakara, Ayur, Punlur. പത്തനാപുരത്ത് അപകട ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ വാട്ടർ അതോറിറ്റി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം ഏറെ നേരം നിർത്തിവെച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. നഗരത്തിൽ പൈപ്പ് പൊട്ടുന്നത് നിത്യസംഭവമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ പ്രധാന പാത വെട്ടിപ്പൊളിച്ച് അപകടം വരുത്താൻ അനുവദിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വാദം. നമ്മുടെ ഈ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിന് സമീപമായിട്ടുള്ള ഈ റോഡിലേക്ക് കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാർ വന്ന് പണിയെടുത്ത് ചെയ്യാൻ കാലതാമസം വരുത്തുകയും അവിടെ ആ കുഴിയിലേക്ക് ഒരു പെൺകുട്ടി വീണ് അപകടം സംഭവിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ വീണ്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ അതുമല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടറോ എത്താതെ റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള പേപ്പർ പോലുമില്ലാതെ രണ്ട് തൊഴിലാളികൾ വന്ന് ഇവിടെ റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. അപകടം ഉണ്ടാക്കാത്ത വിധം കേടുപാടുകൾ പരിഹരിക്കാം എന്ന വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പിന്മേലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ ഗ്രേസിംഗ് ബ്ലോക്ക് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച സംഘടിപ്പിക്കും. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം നിർവഹിക്കും. പുനലൂർ നഗരസഭയുടെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലയനാട് ഗ്രേസിംഗ് ബ്ലോക്കിലെ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രദേശത്തെ അംഗൻവാടി നീണ്ട നാളായി വാടക കെട്ടിടത്തിനാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിക്കും. അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ രാജു MLA നിർവഹിക്കും. പേപ്പർ ക്യാരി ബാഗിന്റെയും മഴക്കുഴി നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിക്കും. പുതുതായിട്ട് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനലൂരിന്റെ ബഹുമാന്യനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിക്കും. പുനലൂരിൽ കുടിവെള്ളം അതിരൂക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭ നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10,000 മഴക്കുഴി നിർമ്മിക്കുകയാണ്. ഈ മഴക്കുഴി നിർമ്മാണം ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ S ജയമോഹനാണ്. യോഗത്തിൽ വെച്ച് നഗരസഭയിൽ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും നടക്കുകയാണ്. പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S ജയമോഹൻ നിർവഹിക്കും. SSLC +2 അവാർഡുകൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് വിതരണം ചെയ്യുമെന്നും വാർഡ് കൌൺസിലർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റാവുത്തർ ഫെഡറേഷന്റെ 2ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ താലൂക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പത്തനാപുരം സായാഹ്ന ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് SA വാഹിദ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ, ഗൾഫ് കോർഡിനേറ്റർ റാവുത്തർ സാഹിബ്, താലൂക്ക് പ്രസിഡന്റ് ലിയാഖത്ത് അലി, സെക്രട്ടറി ഹമീദ് അൻസാരി, കുണ്ടൻ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് പ്രസിഡന്റായി അനസ് പള്ളിമുക്കിനെയും സെക്രട്ടറിയായി ഹനീഫ പുന്നലെയും തെരഞ്ഞെടുത്തു. അബ്ദുൾ വഹാബ്, അയൂബ് നടുക്കുന്ന് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സെയിൽ കാരിറ, ഷിബു ഇടത്തറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ പട്ടണം മാലിന്യ കൂമ്പാരമാകുന്നു. 2.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് നോക്കുകുത്തിയായി. വിളക്കുടിയിൽ CPI പ്രതിസന്ധിയിൽ. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സാമ്പത്തിക ആരോപണം. ബാലവേദി കൊല്ലം ജില്ലാ നേതൃക്യാമ്പിന് തെന്മലയിൽ തുടക്കം. ക്യാമ്പ് 16-ന് സമാപിക്കും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട് പുനലൂർ.